ഓം ശാന്തി 24/12/2024 പ്രഭാതമുരളി. മധുരമായ കുട്ടികളെ, അപാരമായ സന്തോഷത്തിലും ലഹരിയിലും ഇരിക്കുന്നതിനായി ദേഹാഭിമാനമാകുന്ന അസുഖം ഉപേക്ഷിച്ച് പ്രീതബുദ്ധി ഉള്ളവരാകൂ. തന്റെ പെരുമാറ്റം നല്ലതാക്കൂ. ചോദ്യം: ഏതു കുട്ടികൾക്കാണ് ജ്ഞാനത്തിന്റെ തലതിരിഞ്ഞ ലഹരി കയറാത്തത്? ഉത്തരം: ഏതു കുട്ടികളാണോ ബാബയെ യഥാർത്ഥ രീതിയിൽ അറിഞ്ഞ് ഓർമ്മിക്കുന്നത്, ഹൃദയം കൊണ്ട് ബാബയുടെ മഹിമ ചെയ്യുന്നത്, ആർക്കാണോ പഠിപ്പിൽ പൂർണ്ണ ശ്രദ്ധയുള്ളത്, അവരിൽ ജ്ഞാനത്തിന്റെ തലതിരിഞ്ഞ ലഹരി കയറുകയില്ല. ആരാണോ ബാബയെ സാധാരണം എന്ന് കരുതുന്നത്, അവർക്ക് ബാബയെ ഓർമ്മിക്കാൻ സാധിക്കില്ല. ഓർമ്മിക്കുകയാണെങ്കിൽ തന്റെ വാർത്തകളും ബാബയ്ക്ക് തീർച്ചയായും നൽകും. കുട്ടികൾ തന്റെ വാർത്തകൾ ബാബയ്ക്ക് നൽകുന്നില്ലെങ്കിൽ കുട്ടികൾക്ക് ബോധക്ഷയം സംഭവിച്ചിട്ടില്ലല്ലോ എന്ന് ബാബയ്ക്കും ചിന്തയുണ്ടാകും. ഓം ശാന്തി. ബാബ ഇരുന്ന് കുട്ടികൾക്ക് മനസ്സിലാക്കി തരികയാണ്. കുട്ടികളെ, ആരെങ്കിലും പുതിയതായി വരികയാണെങ്കിൽ അവർക്കാദ്യം പരിധിയുള്ളതും പരിധിയില്ലാത്തതുമായ 2 അച്ഛന്മാരുടെ പരിചയം നൽകൂ. പരിധിയില്ലാത്ത അച്ഛൻ എന്ന് പറഞ്ഞാൽ പരിധിയില്ലാത്ത ആത്മാക്കളുടെ അച്ഛൻ. പരിധിയുള്ള അച്ഛൻ ഓരോ ജീവാത്മാവിനും വേറെയാണ്. ഈ ജ്ഞാനവും എല്ലാവർക്കും ഒരുപോലെ ധാരണ ചെയ്യാൻ സാധിക്കില്ല. ചിലർ 1%, ചിലർ 95% ധാരണ ചെയ്യുന്നു. ഇത് വിവേകത്തിന്റെ കാര്യമാണ്. സൂര്യവംശി, ചന്ദ്രവംശി പരമ്പരകൾ ഉണ്ടാകുമല്ലോ. രാജാവും റാണിയും എങ്ങനെയാണോ അതുപോലെ ആയിരിക്കും പ്രജകളും. പ്രജകളിൽ എല്ലാ പ്രകാരത്തിലുമുള്ള മനുഷ്യരും ഉണ്ടാകും. പ്രജ എന്ന് പറഞ്ഞാൽ പ്രജ തന്നെ. ബാബ മനസ്സിലാക്കി തരുന്നു, ഇത് പഠിപ്പാണ്. എല്ലാവരും തന്റെ ബുദ്ധിക്കനുസരിച്ചാണ് പഠിക്കുന്നത്. ഓരോരുത്തർക്കും അവരവരുടെ പാർട്ട് ലഭിച്ചിട്ടുണ്ട്. കൽപ്പം മുൻപ് ആര് എത്ര പഠിപ്പ് ധാരണ ചെയ്തോ അത്രയും ഇപ്പോഴും ചെയ്യും. പഠിപ്പിന് ഒരിക്കലും ഒളിഞ്ഞിരിക്കാൻ സാധിക്കില്ല. പഠിപ്പിന്റെ ആധാരത്തിൽ പദവിയും ലഭിക്കും. ബാബ മനസ്സിലാക്കി തന്നിട്ടുണ്ട്, മുന്നോട്ടു പോകവേ പരീക്ഷയും ഉണ്ടാകും. പരീക്ഷയില്ലാതെ സ്ഥാനക്കയറ്റം എങ്ങനെ കിട്ടും? അതിനാൽ അവസാന സമയമാകുമ്പോൾ എല്ലാം മനസ്സിലാകും. പക്ഷെ ഇപ്പോഴും മനസ്സിലാക്കാൻ സാധിക്കും ഞാൻ ഏത് പദവിക്ക് യോഗ്യനാണ് എന്ന്. തീർച്ചയായും ലജ്ജ കാരണം എല്ലാവരും കൈ ഉയർത്തുന്നുണ്ട്. പക്ഷേ മനസ്സിലാക്കാൻ സാധിക്കും നമുക്കെങ്ങനെ ഇങ്ങനെയാവാൻ സാധിക്കും എന്ന്. എന്നിട്ടും കൈ ഉയർത്തുന്നു. ഇതിനെയും അജ്ഞാനമെന്നേ പറയൂ. ബാബയാണെങ്കിൽ പെട്ടെന്ന് മനസ്സിലാക്കും, ഇതിലും കൂടുതൽ ബുദ്ധി ലൗകികത്തിലെ വിദ്യാർത്ഥികൾക്കുണ്ട് എന്ന്. അവരും മനസ്സിലാക്കും, ഞങ്ങൾ സ്കോളർഷിപ്പ് നേടുന്നതിന് യോഗ്യരല്ല, വിജയിക്കില്ല. അവർക്കും അറിയാം ടീച്ചർ പഠിപ്പിക്കുന്നതിൽ ഞാൻ എത്ര മാർക്ക് നേടും എന്ന്. ഞങ്ങൾ പദവിയോടെ പാസ്സാകും എന്ന് പറയാൻ കഴിയില്ല. ഇവിടെയാണെങ്കിൽ ചില കുട്ടികൾക്ക് ഇത്ര പോലും ബുദ്ധിയില്ല, ദേഹാഭിമാനം വളരെ അധികമുണ്ട്. വന്നിരിക്കുന്നത് ദേവതയായി മാറുന്നതിനാണ് എന്ന് തീർച്ചയാണ്. പക്ഷെ അതിനനുസരിച്ചുള്ള പെരുമാറ്റവും ആവശ്യമാണല്ലോ. ബാബ പറയുന്നു, വിനാശകാലത്ത് വിപരീത ബുദ്ധിയാണ്. എന്തെന്നാൽ നിയമാനുസരണം ബാബയോട് പ്രീതിയില്ല. ബാബ നിങ്ങൾ കുട്ടികൾക്ക് മനസ്സിലാക്കി തരികയാണ്, വിനാശകാലത്ത് വിപരീത ബുദ്ധി എന്നതിന്റെ യഥാർത്ഥ അർത്ഥം എന്താണ് എന്നത്. കുട്ടികൾക്ക് തന്നെ പൂർണമായി മനസ്സിലാക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ പിന്നെ മറ്റുള്ളവർ എന്ത് മനസ്സിലാക്കാനാണ്?
ബാബയെ ഓർമ്മിക്കുക, ഇത് ഗുപ്ത കാര്യമാണ്. പഠിപ്പ് ഗുപ്തമല്ലല്ലോ. പഠിപ്പിൽ നമ്പർ വൈസാണ്. ഒരുപോലെ എല്ലാവരും പഠിക്കുമോ? ബാബ മനസ്സിലാക്കി തരുന്നു, ഇപ്പോൾ കൊച്ചുകുട്ടിയാണ്. ഇങ്ങനെയുള്ള പരിധിയില്ലാത്ത ബാബയെ 3-4 മാസങ്ങളോളം ഓർമ്മിക്കുന്നേയില്ല. ഓർമ്മിക്കുന്നുണ്ട് എന്ന് എങ്ങനെ അറിയാൻ പറ്റും? ബാബയ്ക്ക് കത്തെഴുതുന്നേയില്ല. അതായത് ഞാൻ എങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു, എന്തൊക്കെ സേവനങ്ങൾ ചെയ്യുന്നു എന്ന്. ബാബയ്ക്ക് കുട്ടികളെ പ്രതി എന്തുമാത്രം ചിന്തയാണ്. കുട്ടികൾക്ക് ബോധക്ഷയം സംഭവിച്ചു കാണുമോ? കുട്ടി മരിച്ചുപോയി കാണുമോ? ചിലരാണെങ്കിൽ ബാബയ്ക്ക് എത്ര നല്ല സേവന വാർത്തകളാണ് എഴുതുന്നത്. കുട്ടി ജീവിച്ചിരിപ്പുണ്ട് എന്ന് ബാബയും മനസ്സിലാക്കും. സേവനം ചെയ്യുന്ന കുട്ടികൾക്ക് ഒരിക്കലും മറഞ്ഞിരിക്കാൻ സാധിക്കില്ല. ഏതു കുട്ടി എങ്ങനെയാണ് എന്ന് ബാബയ്ക്കറിയാം. ദേഹാഭിമാനത്തിന്റെ അസുഖം വളരെ കടുത്തതാണ്. ബാബ മുരളിയിൽ മനസ്സിലാക്കി തരുന്നു. ചിലർക്കാണെങ്കിൽ ജ്ഞാനത്തിന്റെ തലതിരിഞ്ഞ ലഹരി കയറിയിരിക്കുകയാണ്. അഹങ്കാരം ഉണ്ടാകുന്നു. പിന്നീട് ഓർമ്മിക്കുകയുമില്ല. കത്തെഴുതുന്നില്ല എങ്കിൽ ബാബ എങ്ങനെ ഓർമ്മിക്കും? ഓർമ്മ ഓർമ്മയുമായി കൂടിച്ചേരുന്നു. ഇപ്പോൾ നിങ്ങൾ കുട്ടികൾ ബാബയെ യഥാർത്ഥ രീതിയിൽ അറിഞ്ഞ് ഓർമ്മിക്കുന്നു. ഹൃദയം കൊണ്ട് മഹിമ പാടുന്നു. ചില കുട്ടികൾ ബാബയെ സാധാരണമെന്ന് കരുതുന്നു, അതിനാൽ ഓർമ്മിക്കുന്നില്ല. ബാബ അങ്ങനെ പ്രൗഢിയൊന്നും പ്രദർശിപ്പിക്കില്ല. ഭഗവാന്റെ വാക്കുകളാണ്, ഞാൻ നിങ്ങൾക്ക് വിശ്വത്തിന്റെ രാജ്യപദവി നൽകുന്നതിനായി രാജയോഗം പഠിപ്പിക്കുകയാണ്. ഞങ്ങൾ വിശ്വത്തിന്റെ രാജ്യപദവി നേടുന്നതിനായാണ് പരിധിയില്ലാത്ത ബാബയിൽ നിന്ന് പഠിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? ഈ ലഹരിയുണ്ടെങ്കിൽ സദാ അളവില്ലാത്ത സന്തോഷത്തിന്റെ അതിര് കടക്കും. ഗീത വായിക്കുന്നവർ കേവലം പറയും, ശ്രീകൃഷ്ണ ഭഗവാനു ഉവാച, ഞാൻ രാജയോഗം പഠിപ്പിക്കുകയാണ്, അത്ര തന്നെ. അവർക്ക് രാജപദവി പ്രാപ്തമാകുന്നതിന്റെ സന്തോഷമേ ഉണ്ടാകില്ല. ഗീത പഠിച്ച് പൂർത്തിയാക്കി പിന്നെ തന്റെ ജോലി കാര്യങ്ങൾക്കായി പോയി. നിങ്ങളുടെ ബുദ്ധിയിലാണെങ്കിൽ ഇപ്പോൾ നമ്മെ പരിധിയില്ലാത്ത ബാബ പഠിപ്പിക്കുകയാണ് എന്നതുണ്ട്. അവരുടെ ബുദ്ധിയിൽ ഇത് വരില്ല. അതിനാൽ ആദ്യമായി ആര് വന്നാലും അവർക്ക് 2 അച്ഛന്മാരുടെ പരിചയം നൽകണം. പറയൂ, ഭാരതം സ്വർഗമായിരുന്നു, ഇപ്പോൾ നരകമാണ്. ഇപ്പോൾ കലിയുഗമാണ്, ഇതിനെ സ്വർഗമെന്ന് പറയുമോ? സത്യയുഗത്തിലും സ്വർഗമുണ്ട്, കലിയുഗത്തിലും സ്വർഗമുണ്ട് എന്ന് പറയില്ലല്ലോ. ആർക്കെങ്കിലും ദുഃഖമുണ്ടായാൽ പറയും നരകമാണെന്ന്. ആർക്കെങ്കിലും സുഖമുണ്ടായാൽ അവർ സ്വർഗത്തിലാണെന്ന് പറയും. ഇങ്ങനെ വളരെയധികം പേർ പറയുന്നുണ്ട്, ദുഃഖികളായ മനുഷ്യരാണ് നരകത്തിൽ, ഞങ്ങളാണെങ്കിൽ സുഖത്തിലാണ് കഴിയുന്നത്. കെട്ടിടങ്ങളുണ്ട്, വാഹനങ്ങളുണ്ട്, ഞങ്ങൾ സ്വർഗത്തിലാണ് എന്ന് കരുതുന്നു. ഗോൾഡൻ ഏജും അയൺ ഏജും ഒരേ കാര്യമാണ് എന്ന്. അതിനാൽ ആദ്യം 2 അച്ഛന്മാരുടെ കാര്യം ബുദ്ധിയിൽ ഉറപ്പിക്കണം. ബാബ സ്വയം തന്റെ തന്നെ പരിചയം നൽകുകയാണ്. ബാബ എങ്ങനെ സർവവ്യാപിയാകും? എന്താ ലൗകിക പിതാവിനെ സർവവ്യാപി എന്ന് പറയുമോ? ഇപ്പോൾ നിങ്ങൾ ചിത്രങ്ങളിൽ കാണിക്കുന്നുണ്ട്, ആത്മാവിന്റെയും പരമാത്മാവിന്റെയും രൂപം ഒരുപോലെയാണ്. അതിൽ വ്യത്യാസമില്ല. ആത്മാവും പരമാത്മാവും തമ്മിൽ വലിപ്പ ചെറുപ്പ വ്യത്യാസമില്ല. എല്ലാവരും ആത്മാക്കളാണ്. ബാബയും ആത്മാവാണ്. ബാബ സദാ പരമധാമത്തിൽ കഴിയുന്നു. അതിനാൽ ബാബയെ പരമാത്മാവ് എന്ന് വിളിക്കുന്നു. എങ്ങനെയാണോ നിങ്ങൾ ആത്മാക്കൾ വരുന്നത്, അതുപോലെ ഞാൻ വരുന്നില്ല, അത്രേയുള്ളൂ. ഞാൻ അന്തിമത്തിൽ വന്ന് ഈ ശരീരത്തിൽ പ്രവേശിക്കുന്നു. ഈ കാര്യങ്ങൾ പുറത്തുള്ള ആർക്കും മനസ്സിലാക്കാൻ സാധിക്കില്ല.
കാര്യം വളരെ സഹജമാണ്. വ്യത്യാസം ഇത്രയുള്ളൂ, ബാബയ്ക്ക് പകരം വൈകുണ്ഠവാസിയായ കൃഷ്ണന്റെ പേരിട്ടു. എന്താ കൃഷ്ണനാണോ വൈകുണ്ഠത്തിൽ നിന്നും നരകത്തിൽ വന്ന് രാജയോഗം പഠിപ്പിച്ചത്? കൃഷ്ണന് എങ്ങനെ പറയാൻ സാധിക്കും ദേഹസഹിതം എല്ലാം മറന്ന് എന്നെ മാത്രം ഓർമ്മിക്കൂ എന്ന്? ദേഹധാരിയെ ഓർമ്മിക്കുന്നതിലൂടെ പാപം എങ്ങനെ ഇല്ലാതാകും? ചെറിയ കുട്ടിയായ കൃഷ്ണനെവിടെ? പിന്നെ സാധാരണ വൃദ്ധശരീരത്തിൽ വരുന്ന ഞാൻ എവിടെ? എത്ര വ്യത്യാസമുണ്ട്! ഈ ഒരേയൊരു തെറ്റിനാൽ മനുഷ്യൻ പതീതവും ദരിദ്രവുമായി മാറി. ഞാനും സർവവ്യാപിയല്ല, കൃഷ്ണനും സർവവ്യാപിയല്ല. ഓരോ ശരീരത്തിലും ആത്മാവാണ് സർവവ്യാപിയായി ഇരിക്കുന്നത്. എനിക്കാണെങ്കിൽ സ്വന്തമായി ശരീരം പോലുമില്ല. ഓരോ ആത്മാവിനും തന്റേതായി ശരീരമുണ്ട്. ഓരോരുത്തരുടെയും ശരീരത്തിന് വേറെ വേറെ പേരുണ്ടാകും. എനിക്കാണെങ്കിൽ ശരീരവുമില്ല, ശരീരത്തിന് മേൽ എനിക്കൊരു പേരുമില്ല. ഞാൻ വൃദ്ധശരീരമാണ് സ്വീകരിക്കുന്നത്. അപ്പോൾ ഇവരുടെ പേര് മാറ്റി ബ്രഹ്മാവ് എന്ന് വെക്കുന്നു. ബ്രഹ്മാവ് എന്നത് എന്റെ പേരല്ല. എന്നെ സദാശിവൻ എന്നാണ് വിളിക്കുന്നത്. ഞാൻ തന്നെയാണ് എല്ലാവരുടെയും സദ്ഗതി ദാതാവ്. ആത്മാവിനെ എല്ലാവരുടെയും സദ്ഗതി ദാതാവ് എന്ന് പറയില്ല. എന്താ പരമാത്മാവിന് എപ്പോഴെങ്കിലും ദുർഗതി ഉണ്ടാകുമോ? ആത്മാവിന് തന്നെയാണ് ദുർഗതിയും സദ്ഗതിയും ഉണ്ടാകുന്നത്. ഈ കാര്യങ്ങളെല്ലാം വിചാരസാഗര മന്ഥനം ചെയ്യുന്നതിനുള്ളതാണ്. ഇല്ലെങ്കിൽ എങ്ങനെ മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കും? പക്ഷെ മായ ഇത്രയും ശക്തിശാലിയാണ്. അത് കുട്ടികളുടെ ബുദ്ധിയെ മുന്നോട്ടു പോകാൻ വിടുന്നില്ല. ദിവസം മുഴുവൻ വ്യർത്ഥ കാര്യങ്ങളിൽ നഷ്ടമാക്കും. ബാബയിൽ നിന്ന് വേർപെടുത്താനായി മായ എത്ര ശക്തി ഉപയോഗിക്കുന്നു. പിന്നീട് ചില കുട്ടികൾ പിണങ്ങിപ്പോകും. ബാബയെ ഓർമ്മിക്കാതെ അവസ്ഥ അചഞ്ചലവും ദൃഢവുമായി മാറില്ല. ബാബ ഇടയ്ക്കിടെ എഴുന്നേൽപ്പിച്ചു നിർത്തുന്നു. മായ വീഴ്ത്തുന്നു. ബാബ പറയുന്നു, ഒരിക്കലും തോറ്റുപോകരുത്. കൽപ്പകൽപ്പം ഇങ്ങനെ ഉണ്ടാവുന്നുണ്ട്, പുതിയ കാര്യമല്ല. അവസാനമാകുമ്പോൾ മായ ജീത്തായി മാറുക തന്നെ ചെയ്യും. രാവണ രാജ്യം അവസാനിക്കുക തന്നെ വേണം. പിന്നീട് നമ്മൾ പുതിയ ലോകത്തിൽ രാജ്യം ഭരിക്കും. കൽപ്പകൽപ്പം മായ ജീത്തായി മാറിയിട്ടുണ്ട്. എണ്ണമറ്റ തവണ പുതിയ ലോകത്തിൽ രാജ്യം ഭരിച്ചിട്ടുണ്ട്. ബാബ പറയുന്നു, ബുദ്ധിയെ സദാ ബിസിയാക്കി വെക്കൂ, എങ്കിൽ സേഫ് ആയിരിക്കാം. അങ്ങനെയുള്ളവരെയാണ് സ്വദർശന ചക്രധാരി എന്ന് പറയുന്നത്. ബാക്കി ഇതിൽ ഹിംസയുടെ ഒരു കാര്യവുമില്ല. ബ്രാഹ്മണർ തന്നെയാണ് സ്വദർശന ചക്രധാരിയായി മാറുന്നത്. ദേവതകളെ സ്വദർശന ചക്രധാരി എന്നു പറയില്ല. പതീത ലോകത്തിലെ ആചാരരീതികളും ദേവീ ദേവതകളുടെ ആചാരരീതികളും തമ്മിൽ വളരെയധികം വ്യത്യാസമുണ്ട്. മൃത്യു ലോകത്തിലുള്ളവർ തന്നെയാണ് പതീത പാവനനായ ബാബയെ വിളിക്കുന്നത്. വന്ന് ഞങ്ങൾ പതീതരെ പാവനമാക്കൂ, പാവന ലോകത്തിലേക്ക് കൊണ്ടുപോകൂ. നിങ്ങളുടെ ബുദ്ധിയിലുണ്ട്, ഇന്നേക്ക് 5000 വർഷങ്ങൾക്ക് മുൻപ് പുതിയ പാവന ലോകം ഉണ്ടായിരുന്നു. ഇതിനെയാണ് സത്യയുഗം എന്ന് പറയുന്നത്. ത്രേതായുഗത്തെ പുതിയ ലോകം എന്ന് പറയില്ല. ബാബ മനസ്സിലാക്കി തന്നിട്ടുണ്ട്, അത് ഫസ്റ്റ് ക്ലാസ് ആണ്, ഇത് സെക്കൻഡ് ക്ലാസ് ആണ്. ഓരോ കാര്യങ്ങളും വളരെ നല്ല രീതിയിൽ ധാരണ ചെയ്യണം. അതായത് ആര് കേട്ടാലും അത്ഭുതപ്പെടണം. ചിലർ അത്ഭുതപ്പെടും, പക്ഷേ പുരുഷാർത്ഥം ചെയ്യാൻ അവർക്ക് സമയമില്ല. തീർച്ചയായും പാവനമായി മാറണം എന്ന് കേൾക്കുന്നു. ഈ കാമവികാരം തന്നെയാണ് മനുഷ്യനെ പതീതമാക്കി മാറ്റുന്നത്.
അതിനെ ജയിക്കുന്നതിലൂടെ നിങ്ങൾ ജഗത് ജീത്തായി മാറും. പക്ഷേ കാമവികാരം അവരുടെ ഇത്ര വലിയ മൂലധനം പോലെയാണ്. അതിനാൽ അവർ ആ വാക്ക് മിണ്ടുന്നില്ല. മനസ്സിനെ വശത്താക്കൂ എന്ന് മാത്രം പറയുന്നു. പക്ഷേ മനസ്സ് ശാന്തമാകുന്നത് ശരീരത്തിൽ നിന്ന് വേർപെടുമ്പോഴാണ്. അല്ലാതെ മനസ്സ് ഒരിക്കലും ചിന്തിക്കാതിരിക്കില്ല. ദേഹം ലഭിക്കുന്നത് കർമ്മം ചെയ്യുന്നതിനായാണ്. പിന്നെ എങ്ങനെ കർമാതീത അവസ്ഥയിൽ ഇരിക്കും? കർമാതീത അവസ്ഥ എന്ന് ശവശരീരത്തെയാണ് പറയുന്നത്. ജീവിച്ചിരിക്കെ ശവം അഥവാ ശരീരത്തിൽ നിന്ന് വേറിട്ടത്. ബാബ നിങ്ങൾക്ക് ശരീരത്തിൽ നിന്ന് വേർപെടുന്നതിനുള്ള പഠിപ്പ് പഠിപ്പിക്കുകയാണ്. ആത്മാവ് ശരീരത്തിൽ നിന്നും വേറിട്ടതാണ്. ആത്മാവ് പരംധാമത്തിൽ വസിക്കുന്നതാണ്. ആത്മാവ് ശരീരത്തിൽ വരുമ്പോൾ അതിനെ മനുഷ്യൻ എന്ന് പറയുന്നു. ശരീരം ലഭിക്കുന്നത് തന്നെ കർമ്മം ചെയ്യുന്നതിനായാണ്. ഒരു ശരീരം ഉപേക്ഷിച്ച് അടുത്ത ശരീരം എടുക്കുന്നത് കർമ്മം ചെയ്യാൻ വേണ്ടിയാണ്. ശരീരത്തിൽ ഇല്ലാത്തപ്പോഴാണ് ശാന്തി ഉണ്ടാകുന്നത്. മൂലവതനത്തിൽ കർമ്മമില്ല. സൂക്ഷ്മവതനത്തിന്റെ കാര്യമേ ഇല്ല. സൃഷ്ടിയുടെ ചക്രം ഇവിടെയാണ് കറങ്ങുന്നത്. ബാബയെയും സൃഷ്ടി ചക്രത്തെയും അറിയണം. ഇതിനെയാണ് ജ്ഞാനം എന്ന് പറയുന്നത്. സൂക്ഷ്മവതനത്തിൽ വെള്ള വസ്ത്രധാരികളുമില്ല, അലങ്കാരങ്ങളുമില്ല. നാഗമാല അണിഞ്ഞ ശങ്കരനും ഉണ്ടാകില്ല. ബാക്കി ബ്രഹ്മാവിന്റെയും വിഷ്ണുവിന്റെയും രഹസ്യം ബാബ മനസ്സിലാക്കി തന്നുകൊണ്ടിരിക്കുന്നു. ബ്രഹ്മാവ് ഇവിടെയാണ്. വിഷ്ണുവിന്റെ 2 രൂപങ്ങളും ഇവിടെയാണ്. ഡ്രാമയിലുള്ള സാക്ഷാത്കാരത്തിന്റെ പാർട്ട് മാത്രമാണത്. ദിവ്യ ദൃഷ്ടിയിലൂടെയേ ഇത് കാണാൻ സാധിക്കൂ. ക്രിമിനൽ ദൃഷ്ടിയിലൂടെ പവിത്രമായ കാര്യങ്ങൾ കാണാൻ സാധിക്കില്ല. ശരി, വളരെ കാലത്തെ വേർപാടിന് ശേഷം തിരിച്ചു കിട്ടിയ മധുരമധുരമായ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണയും പുലർക്കാല വന്ദനവും. ആത്മീയ അച്ഛന്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ധാരണയ്ക്കുള്ള മുഖ്യസാരം: 1. സ്വയം സ്വയത്തെ സദാ സുരക്ഷിതമാക്കി വെക്കുന്നതിനായി ബുദ്ധി വിചാരസാഗര മനനത്തിൽ ബിസിയാക്കി വെക്കണം. സ്വദർശന ചക്രധാരിയായി ഇരിക്കണം. അനാവശ്യ കാര്യങ്ങൾ സംസാരിക്കുന്നതിൽ തന്റെ സമയം വ്യർത്ഥമാക്കരുത്. 2. ശരീരത്തിൽ നിന്ന് വേറിട്ടിരിക്കുന്നതിനായി ബാബ എന്താണോ പഠിപ്പിക്കുന്നത് അത് പഠിക്കണം. മായയുടെ ശക്തിയിൽ നിന്ന് രക്ഷപ്പെടുന്നതിനായി തന്റെ അവസ്ഥ അചഞ്ചലവും ദൃഢവുമാക്കി മാറ്റണം. വരദാനം: ബ്രഹ്മബാബയ്ക്ക് സമാനം ലക്ഷ്യത്തെ ലക്ഷണത്തിലേക്ക് കൊണ്ടുവന്ന് പ്രത്യക്ഷ സാമ്പിളായി മാറുന്ന സർവരുടെയും സഹയോഗിയായി ഭവിക്കട്ടെ. ഏതുപോലെയാണോ ബ്രഹ്മബാബ സ്വയത്തെ നിമിത്ത ഉദാഹരണമാക്കി മാറ്റുകയും സ്വയം മുന്നോട്ട് വന്ന് സേവനങ്ങളുടെ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുത്ത് ലക്ഷ്യത്തിന്റെ ലക്ഷണം കൊണ്ടുവന്ന് അർജുനനും, അതായത് വിജയിയും നമ്പർ 1 ആയത്, അതുപോലെ ബ്രഹ്മബാബയുടെ ചുവടുകളെ പിന്തുടരുന്നവരായി മാറണം. ജീവിതത്തിൽ സദാ കർമ്മങ്ങളിലൂടെ ഗുണമൂർത്തിയും പ്രത്യക്ഷ ഉദാഹരണവുമായി മാറി മറ്റുള്ളവർക്ക് കൂടി ഗുണങ്ങൾ ധാരണ ചെയ്യാനുള്ള സഹയോഗം നൽകണം. ഇതിനെയാണ് ഗുണദാനം എന്ന് പറയുന്നത്. ദാനം എന്നാൽ സഹയോഗം നൽകുക എന്നാണ് അർത്ഥം. ഇപ്പോൾ എല്ലാ ആത്മാക്കളും കേൾക്കുന്നതിന് പകരം പ്രത്യക്ഷ തെളിവ് കാണാനാണ് ആഗ്രഹിക്കുന്നത്. അതിനാൽ ആദ്യം സ്വയത്തെ ഗുണമൂർത്തിയാക്കി മാറ്റൂ. സ്ലോഗൻ: സർവരുടെയും നിരാശകളാകുന്ന അന്ധകാരത്തെ ഇല്ലാതാക്കുന്നവർ തന്നെയാണ് ജ്ഞാന ദീപങ്ങൾ. ഓം ശാന്തി.